എന്റെ കല്യാണം ഞാനും ബാച്ചിലറല്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്? അല്ല, ലിവിങ് ടുഗദർ അല്ലേ? എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. ഒരു പാത്രത്തിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു, ഹോട്ടൽ മുറികൾ പങ്കിടുന്നു. ഒരാണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്തതുകൊണ്ടോ തൊട്ടതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല എന്ന് ഇൻ്റർവ്യൂവിൽ വന്ന് വലിയ വർത്തമാനം പറഞ്ഞ ഗബ്രി ഇപ്പോൾ ദാ സിംഗിളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അന്ന് ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞതാണ് ഈ ബന്ധം അധിക നാൾ മുന്നോട്ട് പോകില്ലെന്ന്. ഇന്നത്തെ നമ്മുടെ വിഷയം ഗബ്രി ജാസ്മിൻ ആണ്. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ്. അഭിമുഖത്തിനിടെ ഗബ്രി താൻ സിംഗിളാണെന്ന് പറയുമ്പോൾ കൂടെ ഇരിക്കുന്ന നടൻ ഷൈൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുകയല്ലേ, ലിവിങ് ടുഗദർ അല്ലേ എന്നൊക്കെ. ഗബ്രിയുടെ സിംഗിൾ സ്റ്റാറ്റസ് കേട്ട് ഷൈൻ അന്തം വിട്ട് പറയുകയാണ്, ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ അതോ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാത്തതാണോ എന്ന്. ഒരു സാധാരണക്കാരന് തോന്നുന്ന അതേ സംശയമാണ് ഷൈൻ അവിടെ ചോദിച്ചത്. ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് ഇന്ന് കാണാം. എന്റെ കല്യാണം ഞാനും ബാച്ചിലറല്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്? അല്ല, ലിവിങ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Still. Okay. ബിഗ് ബോസിനകത്ത് വെച്ച് സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ബന്ധം ഇവർക്കിടയിലുണ്ടെന്ന് ഹൗസ്മേറ്റ്സും പ്രേക്ഷകരും ഒരുപോലെ സംശയിച്ചതാണ്. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാണ് എന്ന് പറഞ്ഞു. പോരാത്തതിന് ഒടുവിൽ ലാലേട്ടൻ നേരിട്ട് ചോദിച്ചപ്പോൾ പോലും എനിക്കറിഞ്ഞൂടാ ലാലേട്ട എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി. അത്രയും ഹൈപ്പിൽ നിന്ന, ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ കപ്പ് വരെ ഉയർത്തേണ്ടിയിരുന്ന ഒരു കുട്ടിയായിരുന്നു ഈ ജാസ്മിൻ. ഇപ്പോഴിതാ ഗബ്രി സിമ്പിളായി ഐ ആം സിംഗിൾ ആൻഡ് റെഡി ടു മിങ്കിൾ എന്ന് പറഞ്ഞ് കൈ കഴുകുമ്പോൾ ആളുകൾ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഗബ്രി ജാസ്മിനെ ഒരു സുഹൃത്തായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇതൊരു തേപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, ചതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് പറയേണ്ടി വരും. ചിന്തിച്ചു നോക്കിയേ, ഇതേ കാര്യം ഒരു പെൺകുട്ടിയാണ് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ജാസ്മിന് നഷ്ടപ്പെട്ടത് ചെറുതൊന്നുമല്ല. പൊന്നുപോലെ നോക്കുന്ന ഒരു കുടുംബവും അവളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരു പങ്കാളിയും ഉണ്ടായിരുന്നു. ബിഗ് ബോസിലേക്ക് എയർപോർട്ടിൽ കൊണ്ടുവിട്ട ആ പയ്യനെ പോലും കളഞ്ഞ് ഒടുവിൽ ആ ചെറുക്കൻ കരയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ കർമ്മഫലം എന്ന് പറയുന്നത്. ഗബ്രി പറഞ്ഞതുപോലെ ഒരു സമയത്ത് ജാസ്മിനും പറഞ്ഞിട്ടുണ്ട് ഞാൻ സിംഗിളാണ് എന്ന്. ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിപ്പം എന്താ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു 10 കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കാൻ നേരത്തെ എൻ്റെ മാമായും മാമി ഇങ്ങനെ ഭയങ്കര സീരിയസ് കോൺവെർസേഷനിൽ നിൽക്കുവാണ്. ചിന്നു, നീ സയൻസ് എടുക്കുന്നോ അതോ നീ കൊമേഴ്സ് എടുക്കുന്നോ, നിനക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? മാമി എനിക്ക് കല്യാണം കഴിച്ചാൽ മതി മാമി എന്ന് പറഞ്ഞ ടീമാണ് ഞാൻ. ദാറ്റ്സ് ഓൾ യുവർ ഓർഡർ. എനിക്ക് ഒരു സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എനിക്ക് കല്യാണം കഴിച്ച് എനിക്ക് മക്കളും കുടുംബമായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ എനിക്ക് ചേർന്ന ഒരാളെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ ഞാൻ എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാൻ സിംഗിളാണോ, ഞാൻ സിംഗിളാണ് എന്നിട്ട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ സിംഗിളാണ്. ജാസ്മിനെ ഒരു പെങ്ങളായിട്ടെങ്കിലും ഗബ്രി കണ്ടിരുന്നെങ്കിൽ ഇത്രയും ചീത്തപ്പേര് ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ സിംഗിളാണെന്ന് പറഞ്ഞ് നിസ്സാരമായി മാറില്ലായിരുന്നു. തല കുത്തി നിന്നാലും ആ ബന്ധം വെറും ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു എന്ന് പറയാൻ ഇവർക്ക് കഴിയില്ല.
എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം മുഴുവൻ ജാസ്മിനാണ്. ഗബ്രിക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ സേഫാണ്. എന്നാൽ ജാസ്മിന് നഷ്ടമായത് നല്ല അവസരങ്ങളാണ്, സ്വന്തം ലൈഫാണ്. ബിഗ് ബോസ് കപ്പ് വരെ കിട്ടേണ്ടിയിരുന്ന സ്ഥാനത്ത് നിന്ന് ഒടുവിൽ പട്ടിക്കൂട്ടിൽ ഇരുത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി. ബിഗ് ബോസിൽ സായി കൃഷ്ണ വന്നതും അതിനുശേഷമുണ്ടായ സംഭവങ്ങളുമെല്ലാം ജാസ്മിൻ്റെ ജീവിതത്തെ ബാധിച്ചു എന്നത് സത്യമാണ്. അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പോലും തിരുത്തി പറയാൻ ഗബ്രി ആ ഇൻ്റർവ്യൂവിൽ തയ്യാറായില്ല. കൂടെ നിൽക്കുന്നവൻ ആരാണെന്നും കൂടെയുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണോ എന്നും ഒരു ചെറിയ സൂചന കിട്ടിയാൽ പോലും അപ്പോൾ തന്നെ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിഞ്ഞു പോരണം. ഇല്ലെങ്കിൽ ഭാവിയിൽ എത്ര വലിയ ദോഷമുണ്ടാകുമെന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാലും നല്ല രീതിയിൽ അധ്വാനിച്ച് മുന്നേറി വന്ന കുട്ടിയാണ് ജാസ്മിൻ. മനസ്സ് വെച്ചാൽ അവൾക്ക് ഇനിയും ശക്തമായി തിരിച്ചു വരാൻ സാധിക്കും. എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുണ്ട്, അതായത് ഫ്രണ്ട്ഷിപ്പിനേക്കാൾ മുകളിലുള്ള ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കും അതിനകത്ത് നിന്ന സമയത്ത് എനിക്ക് ഇവനോടൊരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നു വെച്ചാൽ ഉറപ്പായും എനിക്ക് ഫീലിംഗ്സ് ഉണ്ടായിരുന്നു. ഒരു ബോണ്ടിങ് ഉണ്ട്, ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ആ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ എന്തുണ്ടെങ്കിലും അത് ഇപ്പൊ തല്ലി പിടിക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ആ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ ആ ഒരു ജെനുവിൻ ബോണ്ടിലാണ് ഇതെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയിക്കൂടെ, നമുക്ക് ഇനി പ്രേമിച്ചൂടെ, അങ്ങനെ ഒരു ചിന്ത നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പ്രണയം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ എനിക്ക് അത് പ്രാക്ടിക്കൽ അല്ല, ജാസ്മിൻ അത് പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഗബ്രി ഇപ്പോൾ കാണിച്ച ഈ നിലപാടാണോ ശരി? അതോ ജാസ്മിന് സംഭവിച്ചത് സ്വന്തം തെറ്റുകളുടെ ഫലമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി വേണം കേട്ടോ. അപ്പം മറ്റൊരു വിഷയവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.